Good morning and welcome to Vartamanam. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പൊതു തെരഞ്ഞെടുപ്പിന് ഇനി എത്ര ദിവസമാണ് മലയാളികൾ കാത്തിരിക്കേണ്ടി വരുന്നത്? 23-ാം തീയതി ഏപ്രിൽ 23-ാം തീയതി വോട്ടെടുപ്പ്, 22-ാം തീയതി നിശബ്ദ പ്രചരണം. അതായത് ഏപ്രിൽ മാസത്തിൽ 21 ദിവസമേ ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മൊത്തത്തിലുള്ളൂ എന്ന് പറയാം. ഈ മാസം 6 ദിവസവും, അങ്ങനെ 27 ദിവസമാണ് തെരഞ്ഞെടുപ്പും. നമ്മളും തമ്മിലുള്ള അകലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് രംഗം അത് സജീവമാകണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും കഴിയണം. BJPക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് വളരെ നേരത്തെ അത് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് മാത്രം 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അവരുടേതായ കാരണത്താൽ ഇപ്പോഴും പൂർത്തീകരിക്കാനായിട്ടില്ല. അപൂർണമായ ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഹൃദയമിടിപ്പാണ് കോൺഗ്രസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇനി 27 ദിവസം മാത്രം ദൂരെ നിൽക്കുമ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടി കോൺഗ്രസിൻ്റെ പ്രമുഖ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ത് എന്ന് രാഹുൽ ഗാന്ധി പുറം ലോകത്തെ അറിയിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രമുഖ പരിഗണന. രാഹുലിൻ്റെ ഭാഷയിൽ BJP ഭരണത്തിൽ ഇന്ത്യയിൽ 2 ഇന്ത്യകൾ രൂപം കൊണ്ടിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്കും തത്തുല്യ ധനികർക്കും ഒരു ഇന്ത്യ, അതുപോലെ ദരിദ്രരായ മമ്മൂട്ടിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ജഡ്ക വലിക്കുമ്പോൾ ചുമച്ചുകൊണ്ട് ജഡ്ക വലിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു ഇന്ത്യ. അങ്ങനെ 2 ഇന്ത്യകളായി ഇന്ത്യയെ നെടുകെ പിളർക്കാൻ BJPക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞിരിക്കുന്നു. ഈ വിഭജനത്തിലെ ദാരുണമായ അന്തരം പരിഹരിക്കണം. ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് പ്രതിവർഷം 72,000 രൂപ ബാങ്ക് വഴി നൽകിക്കൊണ്ട് 5 കോടി കുടുംബങ്ങളെയും, അതായത് 25 കോടി ജനങ്ങളെയും 25 കോടി ഇന്ത്യക്കാരെയും ദാരിദ്ര്യമുക്തമാക്കുന്ന ഒരു വൻ പദ്ധതി. പ്രതിവർഷം 72,000 രൂപ ബാങ്ക് അക്കൗണ്ടിലൂടെ ദരിദ്രനായ ഇന്ത്യക്കാരൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ പദ്ധതിയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് ശേഷം പത്രക്കാരുടെ മുന്നിൽ പ്രസ്താവന ചെയ്തത്. മാസം 6,000 ആണ് രാഹുലിൻ്റെ വാഗ്ദാനമെങ്കിൽ മോദി കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രതിവർഷം 6,000 ഉലുവ ആണ് തരാമെന്ന് പറഞ്ഞത് കൃഷിക്കാർക്ക്. പ്രതിവർഷം 6,000 എന്ന് പറയുമ്പം 500 രൂപയാണ് ഒരു മാസത്തെ വരുമാനം. രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ അതെത്തിയപ്പോൾ ദരിദ്ര ഇന്ത്യക്ക് പ്രതിവർഷം 72,000 രൂപ, ആ നിലയ്ക്ക് അത് മാറി എന്ന് പറഞ്ഞാൽ പ്രതിമാസം 6,000 രൂപ എന്ന നിലയ്ക്കാണ് അത് ഗണിക്കപ്പെടുന്നത്. ഒരു വർഷം കൊണ്ട് മോദി കൊടുക്കാൻ തയ്യാറാകുന്നത് 1 മാസം കൊണ്ട് രാഹുൽ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അത് വലിയ ഒരു വ്യത്യസ്തത കോൺഗ്രസും അതേമാതിരി BJPയും തമ്മിൽ വലിയൊരു വ്യത്യസ്തതയ്ക്ക് അന്തരത്തിന് കാരണമാകുന്നു. മലയാള മനോരമ കാണുക. പാവപ്പെട്ടവർക്ക് വർഷം 72,000 രൂപ എന്ന ശീർഷകത്തിൽ ആ വാർത്ത അവർ ലീഡാക്കിയിരിക്കുന്നു. മിക്ക പത്രങ്ങളും ലീഡ് ഈ വാർത്ത തന്നെയാണ്. മിഥുൻ M. കുര്യാക്കോസ് ആ വാർത്ത ദില്ലിയിൽ നിന്നെത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ മിനിമം വേതന പദ്ധതി പ്രകാരം രാജ്യത്തെ 5 കോടി നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകുക 72,000 രൂപ വീതമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 12,000 രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ളവരെയാകും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഇവർക്ക് മാസം 12,000 രൂപ വേതനം ഉറപ്പാക്കും. നിലവിൽ പ്രതിമാസ വേതനം 7,000 രൂപയാണെങ്കിൽ ബാക്കി 5,000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. 5 കോടി കുടുംബങ്ങളിലായി 25 കോടി ജനങ്ങൾ ഗുണഭോക്താക്കളാകും. ജനസംഖ്യയുടെ 20% ആണ് അത്. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുന്ന പദ്ധതി ദാരിദ്ര്യത്തിനെതിരായ അവസാന യുദ്ധമായിരിക്കുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി ഇത് മാറുകയും ചെയ്യും.
എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി 72 വർഷത്തിന് ശേഷം ഇപ്പോഴും ലോകത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക എന്നതാണ്, ഇന്ത്യയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക എന്നതാണ് കോൺഗ്രസ് നേതാവിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ അതത്ര ആവേശകരമായ കാര്യമൊന്നുമായിരിക്കുകയില്ല. പക്ഷേ ഇന്ത്യയുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന പക്ഷം അത് ആവേശകരം തന്നെയാണ്. ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ ഇത് നടക്കുന്ന കാര്യമാണോ? മുമ്പ് ഗരീബി ഹഠാവോ എന്നൊക്കെ രാഹുലിൻ്റെ മുത്തശ്ശി പറയുകയുണ്ടായി. ഹഠാവോ നടന്നത് മുത്തശ്ശിയുടെ കാര്യത്തിലാണ്, ഗരീബിയുടെ കാര്യത്തിലല്ല, ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലല്ല. അത് വളരുകയാണ് ചെയ്തത്. ഇന്ത്യ വളരുമ്പോൾ ദാരിദ്ര്യവും വളരുകയാണ് ചെയ്തത്. ദാരിദ്ര്യത്തിനെതിരെയുള്ള അവസാന യുദ്ധത്തിന് രാഹുൽ കാഹളം മുഴക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ നടക്കുവോ ഇത് വല്ലതും? മുമ്പ് നമുക്കറിയാം 6000 രൂപ വീതം പറഞ്ഞിട്ട് പോലും, അതും അവസാനത്തെ ബജറ്റിൽ കളിപ്പിക്കലിൻ്റെ ഒരു 5 വർഷത്തെ ഭൂതകാലം, കളിപ്പിക്കലിൻ്റെ ഒരു ആസന്ന ഭൂതകാലം, എല്ലാ മണ്ഡലങ്ങളിലും കള്ളം മാത്രം പറയുകയും കള്ളം ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു ഫാക്ടറിയായി ഇന്ത്യയെ മാറ്റി തീർക്കുകയും ഒക്കെ ചെയ്ത നരേന്ദ്രമോദിയുടെ ഈ ആസന്ന ഭൂതകാലം മുന്നിൽ നിൽക്കുമ്പോൾ നടക്കുമോ ഇത് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഗരീബി ഹഠാവോയൊക്കെ പറഞ്ഞതിന് ശേഷവും ദരിദ്ര നാരായണന്മാർ നിവർത്തികേടിൻ്റെ ഭാഷയിൽ വിലപിക്കുന്ന ഈ രാജ്യത്ത് നടക്കുമോ ഇതെല്ലാം എന്ന് ചോദിക്കേണ്ടി വരും. അക്കാര്യത്തിൽ സംശയമുണ്ടാവുക സ്വാഭാവികമെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ അതിനും ഒരു പോംവഴി കണ്ടിരിക്കുന്നു. ദിശാബോധം നൽകിയത് തോമസ് പിക്കറ്റിയും രഘുറാം രാജനും. അവരാണ് ഇതിൻ്റെ പിന്നിൽ സഹായമായി വർത്തിച്ചത് എന്ന് രാഹുൽ പറയുമ്പോൾ ഇരുവരും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുന്നതിൽ അവരുടെ പ്രസക്തി തെളിയിച്ചിട്ടുള്ളവരാണ്. ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് പിക്കറ്റിയും റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജനും ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് മിനിമം വേതന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. നിർധനർക്ക് സർക്കാർ സാമ്പത്തിക പിന്തുണ നൽകണമെന്ന് വാദിക്കുന്നയാളാണ് പാരീസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രൊഫസർ തോമസ് പിക്കറ്റി. ഇന്ത്യൻ വംശജനായ US സാമ്പത്തിക വിദഗ്ധൻ അഭിജിത് ബാനർജിയും പദ്ധതിക്ക് സാമ്പത്തികോപദേശം നൽകുന്നു. പദ്ധതിക്ക് അന്തിമ രൂപം നൽകും മുമ്പ് രഘുറാം രാജൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. ഈ രഘുറാം രാജൻ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. കുപ്രസിദ്ധമായ നോട്ട് നിരോധനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചു പോയയാളാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, അന്നല്ല ഇപ്പോഴും പറയുന്നത്, അടുത്ത 20 വർഷത്തേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് വളഞ്ഞു തന്നെ ഇരിക്കും. വന്യമായ അല്ലെങ്കിൽ ദരിദ്രമായ ഈ നടപടിയിലൂടെ, അങ്ങേയറ്റം ദരിദ്രമായ ഈ നടപടി, ചിന്താഹീനമായ നടപടി, നോട്ട് നിരോധനം, അതിൻ്റെ ഭാഗമായി 20 വർഷത്തേക്ക് ഇന്ത്യൻ സമ്പദ്ഘടന മുട്ടിലിഴയേണ്ടി വരും. മോദിയുടെ ഈ അവിവേകത്തിന് കൊടുക്കേണ്ടി വരുന്ന വില അതാണ് അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചത്. അന്തസ്സുള്ള സാമ്പത്തിക വിദഗ്ധൻ. അത് നോക്കൂ, ഈ രാജ്യം ഇപ്പോൾ മോദി വിട്ടുപോകും, ശരിയാണ്. പക്ഷേ വിട്ടുപോയതിന് ശേഷം എന്താണ് ഇന്ത്യയുടെ അവസ്ഥ? അതിൻ്റെ കണക്കെടുക്കുമ്പോൾ രഘുറാം രാജൻ പറയുന്നത് പോലെയാണെങ്കിൽ ഇടത്തരം സ്ഥാപനങ്ങൾ മുഴുവൻ, ഇടത്തരം സാമ്പത്തിക സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി ദാരിദ്ര്യത്തിൻ്റെ ശ്മശാന മൂകത എവിടെയും ഉയർത്തിയ ശേഷമാണ് കൃതഹസ്തതയോടെ മോദി അധികാരത്തിൻ്റെ പടവുകൾ ഇറങ്ങുന്നത് എന്ന് നമുക്കറിയാം. മോദി ആരായിരുന്നു, മോദി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നറിയണമെങ്കിൽ എല്ലാ ഏകാധിപതികളുടെയും കാര്യത്തിൽ എന്ന മാതിരി അയാളും അധികാരത്തിൻ്റെ പടവുകൾ ഇറങ്ങേണ്ടി വരും. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഒരു ജോലിയും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല നമ്മുടെ നാട്ടിൻപുറത്തെ ആളുകൾക്ക്. ആ അവസ്ഥ നേരിടണമെങ്കിൽ ഇതുപോലെയുള്ള ധീരമായ നടപടികൾ, 72,000 രൂപ ദരിദ്ര നാരായണന്മാർക്ക് പ്രതിവർഷം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ പട്ടിണി മരണത്തിലേക്കായിരിക്കും മോദി ഇറങ്ങിപ്പോയ ഇന്ത്യ എത്തിപ്പെടുക. ശരിക്കും മോദിക്ക് ശേഷമുള്ള ഇന്ത്യയെ രക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രഥമ കർത്തവ്യം എന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോൾ മോദിയും പ്രഖ്യാപിച്ചുവല്ലോ 6,000 രൂപ
പ്രതിവർഷം 6000 രൂപ. അതേപോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിവർഷം 70,000 രൂപ പ്രഖ്യാപിക്കുമ്പോൾ ആ കാര്യത്തിൽ ദീപിക എന്ന പത്രം ഇന്ന് ഈ വാർത്ത ലീഡാക്കുന്നതിനൊപ്പം ഒരു താരതമ്യം കൂടി ചെയ്യുന്നു. മോദിയുടെ കിസാൻ, രാഹുലിന്റെ ന്യായ് എന്ന നിലയ്ക്ക് മോദിയും രാഹുലും പരസ്പരം ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ അഭിമുഖം വരുന്ന ചിത്രം നൽകുന്നു. ദീപിക അതിന്റെ ഒന്നാം പുറത്ത് അർഹത 2 ഹെക്ടർ വരെ ഭൂമിയുള്ള കൃഷിക്കാർക്ക് 6000 രൂപയുടെ അർഹത മോദി പ്രഖ്യാപിക്കുമ്പോൾ, ദരിദ്രർക്ക് മാസവരുമാനം 12,000 രൂപ ഇല്ലാത്തവർക്ക് 70,000 രൂപ വാർഷിക വരുമാനം നൽകുന്നു രാഹുൽ. എത്ര പേർക്കാണ് നൽകുന്നത്? മോദിയുടെ കിസാൻ പരമാവധി 12 കോടി കർഷകർക്ക് നൽകുമ്പോൾ രാഹുൽ പറയുന്ന നിവൃത്തികെട്ട മനുഷ്യർക്ക് 5 കോടി കുടുംബങ്ങൾക്ക് 25 കോടി ആളുകൾക്ക് ആണ് അത് എത്തിച്ചേരുന്നത്. ഇനി ലഭിക്കുന്ന തുകയാകട്ടെ വർഷം 6000 രൂപ 3 ഗഡുവായി മോദി നൽകാമെന്ന് പറയുമ്പോൾ 70,000 രൂപ എത്ര ഗഡുക്കളായി എന്ന് പറയുന്നില്ലെങ്കിലും പ്രതിവർഷം 70,000 രൂപ എന്ന് രാഹുൽ പറയുന്നു. ഇക്കാര്യത്തിൽ മൊത്തം ചിലവ് മോദിയുടെ പദ്ധതി അനുസരിച്ച് 75,000 കോടി രൂപയാണെങ്കിൽ രാഹുൽ പറയുന്ന പദ്ധതി നടപ്പാക്കണമെങ്കിൽ 3,60,000 കോടി രൂപ, അത്രയും രൂപ വേണ്ടിവരും. ഇതൊക്കെയാണ് താരതമ്യ പഠനത്തിലൂടെ നമുക്ക് വെളിവാക്കുന്നത്, നമുക്ക് തിരിച്ചറിയാനാകുന്നത് എന്ന് ദീപിക ഈ ഗണിതത്തിലൂടെ നമ്മോട് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വാഗ്ദാനവുമായാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇന്ത്യ തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിന്റെ യത്നങ്ങൾക്ക് ഈ വലിയ വാഗ്ദാനം സഹായകമാവുമോ ഇല്ലയോ എന്ന് മെയ് 23 നമുക്ക് അറിയുകയുള്ളൂ. ഏതായാലും വലിയ ഒരു പദ്ധതിയാണ്. ഇതിനപ്പുറം ഒരക്ഷരം പറയാൻ എന്തായാലും നരേന്ദ്രമോദിക്ക് നാവു പൊങ്ങില്ല എന്നതാണ് വസ്തുത. അത്തരം വലിയൊരു വാഗ്ദാനത്തിന്റെ മുന്നിലാണ്, വാഗ്ദാന പെരുമഴയുടെ മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. ചൂട് കൂടുകയാണ്, ശരി. ചൂട് മാത്രമല്ല, കത്തിക്കയറുന്നത് ഇന്ധനവില കൂടിയാണ്. ദീപിക അതിന്റെ ഒന്നാം പുറം വാർത്തയിൽ ആ വർത്തമാനമാണ് തരുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ചൂടിനൊപ്പം ഇന്ധനവിലയും കത്തിക്കയറുന്ന സമയത്ത് ജനുവരിക്ക് ശേഷം വർദ്ധിച്ചത് എത്ര രൂപ ഇന്ധനത്തിന്റെ കാര്യത്തിൽ? വാർത്ത ദീപിക തരുന്നത് കാണുക. സംസ്ഥാനത്ത് താപനിലയ്ക്കൊപ്പം ഇന്ധനവിലയും കത്തിക്കയറുന്നു. 2.5 മാസത്തിനിടെ പലപ്പോഴായി ലിറ്ററിന് 4 രൂപയുടെ വർധനവിനാണ്. പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത് 4 രൂപയുടെ വർധനവാണ് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പ്രതിവർഷം 70,000 രൂപയുടെ പദ്ധതി രാഹുൽ പ്രഖ്യാപിച്ചപ്പോൾ ഈ പദ്ധതിയെപ്പറ്റി സംഘപരിവാര പത്രമായ ജന്മഭൂമി എന്താണ് പറയുക? അവർ അപഹസിക്കുകയാണ് ചെയ്യുന്നത്. രാഹുലിന്റെ ഈ പദ്ധതി ആളെ പറ്റിക്കാൻ എന്നാണ് ജന്മഭൂമി വിവക്ഷിക്കുന്നത്. 25 കോടി പേർക്ക് 70,000 രൂപ വീതം നൽകുമെന്ന് കോൺഗ്രസ്. അത് ജന്മഭൂമിയുടെ ലീഡ് വാർത്ത. രാജ്യത്തിന്റെ ആകെ ബജറ്റ് തുകയുടെ അത്രയും തന്നെ വരുന്ന പദ്ധതിക്ക് ആവശ്യമായ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതടക്കമുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ തയ്യാറല്ല. ഓരോ കുടുംബങ്ങൾക്കും രാഹുൽ പറയുന്നതനുസരിച്ച് 5 കോടി കുടുംബങ്ങൾക്കാണ് നൽകുന്നത്. ഓരോ കുടുംബങ്ങൾക്കും അവരുടേതായ വരുമാനം ഇപ്പോഴുണ്ട്. പക്ഷേ ആ വരുമാനം പ്രതിമാസം 6000 രൂപയാക്കാൻ എന്ത് ചെയ്യണം? ബാക്കി വരുന്നതാണ് നൽകുന്നത്, നേരത്തെ പറഞ്ഞതുമാതിരി. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിവർഷം എത്ര രൂപയാകും? ഏറിയാൽ 3,60,000 കോടി രൂപ. അതാണ് പ്രതിവർഷം ഉണ്ടാവുക. 3,60,000 കോടി രൂപ. അതാണ് ചെലവ് പ്രതീക്ഷിക്കാവുന്നത്. ഈ തട്ടിക്കിഴിക്കൽ നടന്നില്ലെങ്കിൽ പോലും നോക്കൂ, ഇതൊരു ബഡ്ജറ്റിന് തുല്യമാണ് എന്നാണ് ജന്മഭൂമി പറയുന്നത്. കള്ളമാണ്. ജന്മഭൂമി എന്ന പത്രം അതിന്റെ ഉന്നതനായ നേതാവിനെ പോലെ തന്നെ കള്ളം പറയലിൽ വിരുദ്ധമുള്ളവരാണ്. അത്രയും ഒന്നും വേണ്ടി വരില്ലല്ലോ. അപ്പൊ 3,60,000 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ 3 ലക്ഷം കോടിയിൽ പരം തുകയാണല്ലോ ഈ പെട്രോൾ വില വർധനവിന്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി മോദി കൊടുത്തത്. അത് കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ വീതം
കിട്ടുക എന്നതാണ് പ്രധാനമെന്ന കാര്യം കൂടി നാം മനസ്സിലാക്കണം. എന്നാണ് വയനാടിൽ രാഹുൽ ഗാന്ധി എത്താൻ പോകുന്നത്? എത്താൻ പോകുന്നില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അലങ്കോലപ്പെട്ട് എന്താ പറയുക, ആത്മബോധം നഷ്ടപ്പെട്ട് നട്ടം തിരിയുകയാണ് സിദ്ദിഖ്. ഇരുന്നിരുന്ന് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് അദ്ദേഹത്തിന് കിട്ടിയതാണ്. പക്ഷേ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും കഴിയാത്ത അവസ്ഥയിലേക്ക് പാവം പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക നേതാവ് ഉമ്മൻചാണ്ടിയുമാണ്. ചുമ്മാ വർത്തമാനം പറയുക ചെയ്തത്. പിന്തിരിപ്പിക്കാൻ ഭീഷണി മുഴക്കി CPM പെട്ടു. രാഹുൽ ഗാന്ധിയും കേരള നേതാക്കളും. CPM ആണ് ഇതിന് കാരണമെന്ന് മംഗളം പറയുന്നു. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് CPM ആണ് എന്നൊക്കെ മംഗളം പറയണമെങ്കിൽ CPM എന്താ ഒന്നാംകിട പാർട്ടിയാണോ ഇന്ത്യയിൽ? CPMന്റെ സ്വാധീനം അവരുടെ കക്ഷി നിലയുമായി ബന്ധിപ്പിച്ച് നോക്കേണ്ടതല്ല, അതിൽ കൂടുതലുണ്ടാകും. പക്ഷേ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കണം, ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പ്രാപ്തിയൊന്നും CPMനുണ്ട് എന്ന് അവർ പോലും സമ്മതിക്കില്ല. പക്ഷേ മംഗളം നെഗറ്റീവായിട്ടാണെങ്കിലും അത് സമ്മതിക്കുന്നു. ജിനേഷ് പുനത്ത് ആ വാർത്ത തരുന്നത് കാണുക. വയനാട് കേന്ദ്രീകരിച്ച് സ്വന്തം പാർട്ടിയിലെയും CPMലെയും രാഷ്ട്രീയ നീക്കങ്ങളിൽ കുടുങ്ങി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. വയനാടിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രവർത്തക സമിതിക്ക് പോലും കഴിയാതെ വന്നതോടെ രാഹുൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ മത്സരിച്ച കേരള നേതാക്കളും കുടുക്കിലായി. രാഹുൽ വരുമോ ഇല്ലയോ എന്ന തർക്കം കോൺഗ്രസുകാർക്കിടയിൽ തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ 11ാം ഘട്ടം സ്ഥാനാർത്ഥി പട്ടികയും ഇന്നലെ രാത്രി ഇറങ്ങി. ഇതോടെ 300ഓളം സ്ഥാനാർത്ഥികളായി. എന്നിട്ടും 5 ദിവസം മുമ്പ് 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കേരളത്തിൽ ഇപ്പോഴും വയനാട്, വടകര മണ്ഡലങ്ങളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല. മുരളിയും സിദ്ദിഖും രാപകൽ വെറുതെ വോട്ട് ചോദിച്ച് നടക്കുകയുമാണ്. ദേശാഭിമാനിയ അവസ്ഥ ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അത്ര വലിയ വാർത്തയായി ആ ഉദ്വേഗം വളർന്നിരിക്കുന്നു. ചുരം കയറിയില്ല എന്നാണ് അതിൻ്റെ ശീർഷകം. കോൺഗ്രസ് പ്രവർത്തക സമിതിയും തെരഞ്ഞെടുപ്പ് സമിതിയും യോഗം ചേർന്നിട്ടും തിങ്കളാഴ്ചയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. തിങ്കളാഴ്ചത്തെ യോഗങ്ങളിൽ വയനാട് വിഷയം ചർച്ച ചെയ്തില്ലെന്നാണ് സൂചന. അതേസമയം രാഹുൽ തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹം ഇനി മറ്റൊരു യാത്രയിലേക്ക് നീങ്ങുന്നത് കൊണ്ട് എന്നാണ് വരുമെന്ന കാര്യത്തെക്കുറിച്ച് ഉറപ്പ് പറയാനായില്ല. രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച രാജസ്ഥാനിൽ പ്രചാരണത്തിന് പോകുന്നതിനാൽ ദക്ഷിണേന്ത്യയിലെ മത്സര കാര്യത്തിൽ തീരുമാനത്തിന് വീണ്ടും സാധ്യത കുറയുകയാണ് എന്ന് പറഞ്ഞാൽ മുരളിയുടെയും സിദ്ദിഖിന്റെയും ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇടിക്കട്ടെ, തുടിക്കട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ്, അടിയന്തരമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പത്രങ്ങൾ തരുന്ന സൂചന. സൂര്യാഘാത ചൂട് 41 ഡിഗ്രി, അതിനിയും 4 ദിവസം കൂടി ഉണ്ടായേക്കാം. സിറാജ് എന്ന പത്രം ഒന്നാം പുറത്ത് ആ ചൂടിന്റെ വാർത്ത തരുന്നു. സൂര്യാഘാതം, താപനില 41 ഡിഗ്രിയിൽ ജാഗ്രത 4 നാൾ കൂടി. ജാഗ്രത ഉയർത്തത്തക്ക വിധത്തിലാണ് ആ വാർത്ത പത്രം പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഇടമഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി രൂക്ഷമാകുമെന്ന് കാലാവസ്ഥാ പഠന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ 2 ദിവസത്തേക്ക് സംസ്ഥാനത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന സൂര്യാഘാത ജാഗ്രതാ മുന്നറിയിപ്പ് അടുത്ത വ്യാഴാഴ്ച വരെ അത് നീട്ടിയിരിക്കുന്നു. ഇടക്കാല മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി വളരെ രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. മഴക്കുറവ് മൂലം ഭാരതപ്പുഴ ഉൾപ്പെടെ ഉത്തര കേരളത്തിൽ മിക്ക നദികളിലും നീരൊഴുക്ക് നിലച്ച മട്ടാണ് എന്നാണ് ആ വാർത്ത നമ്മോട് പറയുന്നത്. അറിയാമല്ലോ, മാലോകർക്കൊക്കെ NSSന് രാഷ്ട്രീയമില്ല എന്നാണ് അവർ പറയുന്നത്. അതിനാൽ സമദൂരമാണ് അവരുടെ സിദ്ധാന്തം. എല്ലായിടത്തു നിന്നും ഒരേ ദൂരം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും മുന്നണികളിൽ നിന്നും ഒരേ ദൂരം നിലനിർത്തുന്ന സമദൂര സിദ്ധാന്തം. ചില ഘട്ടങ്ങളിൽ അത് ശരി ദൂരമാകാം,
ഏതെങ്കിലും മുന്നണിക്ക് വേണ്ടി ശരി ചെയ്തു കളയുമെന്നർത്ഥം. ഒട്ടും NSSും ഇത്രയും കാലം അവസരവാദപരമായ ഒരു നിലപാടെടുത്തിട്ടില്ല. വ്യക്തിക്ക് നിലപാടില്ലെങ്കിൽ നട്ടെല്ലില്ലാത്തവർ എന്ന് പറയേണ്ടി വരും. പ്രസ്ഥാനത്തിന് തന്നെ നിലപാടില്ലെങ്കിലോ? സുകുമാരൻ നായർ അത്തരമൊരവസ്ഥയിൽ എത്തിക്കുമ്പോൾ ഇപ്പോൾ സുകുമാരൻ നായരുടെ മനസ്സിലിരിപ്പ് എന്താണ്? ഇതറിയണമെങ്കിൽ NSSന് സമദൂരം ഇല്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ NSS ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു തീരുമാനമെടുത്ത് അണികളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും BJPക്ക് വോട്ട് ചെയ്യണം. NSSകാർ പറയുന്ന അതാണ്. BJPക്ക് വോട്ട് ചെയ്യണം. ബാക്കി മണ്ഡലങ്ങളിൽ UDFന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സമദൂരവും ശരിദൂരവും ഒന്നും അല്ല, അവസരവാദ ദൂരം എന്നാണ് ഇതിന് പറയുന്നത്. ഈ നിലയ്ക്ക് എങ്ങനെയാണ് സുകുമാരൻ നായർക്ക് പറയാൻ കഴിയുക? അയ്യപ്പ ജ്യോതിയുടെ പിറകെ പൊയ്ക്കോളൂ എന്ന് പണ്ട് കോൺഗ്രസ്സുകാർ എന്താ പറയാ, കൊടിയടയാളമില്ലാതെ കൊടിയില്ലാതെ RSSന്റെ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞതുമാതിരി അയ്യപ്പ ജ്യോതിക്ക് പോയി അണിനിരന്നോളൂ എന്ന് സുകുമാരൻ നായർ പറഞ്ഞല്ലോ. അത് തന്നെയാണ് മനസ്സിലിരിപ്പ്. 2 മണ്ഡലങ്ങളിൽ, അത് തിരുവനന്തപുരവും അതേമാതിരി പത്തനംതിട്ടയും, അവിടെ BJPക്ക് വോട്ട് ചെയ്യണം നായന്മാർ. ബാക്കി സ്ഥലങ്ങളിൽ UDF. എന്തൊരു നിലപാടാണ്! നട്ടെല്ലില്ലാത്ത ഈ നിലപാടിന്റെ അവസ്ഥ സിറാജ് എന്ന പത്രം നമുക്ക് തരുന്നുണ്ട് ഒന്നാം പുറത്ത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വാർത്ത പറയുന്നത് കാണുക. NSSന്റെ സമദൂരം പൊളിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2ഇടത്ത് BJPക്കും മറ്റ് മണ്ഡലങ്ങളിൽ UDFനും വോട്ട് ചെയ്യാൻ അണികൾക്ക് നിർദ്ദേശം ലഭിച്ചതായി താലൂക്ക് യൂണിയൻ ഭാരവാഹികളുടെ വെളിപ്പെടുത്തൽ. വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളായ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും BJPക്ക് പിന്തുണ നൽകാൻ നിർദ്ദേശമുണ്ട് എന്ന് മാവേലിക്കര NSS താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK പ്രസാദാണ് വെളിപ്പെടുത്തിയത്. ഈ പ്രസാദിനെ പുറത്താക്കുകയും ചെയ്തു. സുകുമാരൻ നായർ ആ നിലയ്ക്കാണ് നായരുടെ കളികൾ നീങ്ങുന്നത്. NSSനെ സംബന്ധിച്ചിടത്തോളം കാറിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേക സുരക്ഷയൊരുക്കി ബാലാവകാശ കമ്മീഷൻ. കാറിൽ കുട്ടികളെ മുന്നിൽ സീറ്റിൽ ഇരുത്തരുത്, ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശമാണ്. അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റണമെന്നും കമ്മീഷൻ പറയുന്നു. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വാഹനങ്ങളുടെ മുൻസീറ്റിൽ യാത്ര ചെയ്യുന്നത് ബാലാവകാശ കമ്മീഷൻ വിലക്കി. അപകടങ്ങളിൽ പരിക്കേൽക്കാനും ജീവഹാനി ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് എന്ന് കണ്ടാണ് ആ നടപടി. അതനുസരിച്ച് നിയമങ്ങൾ മാറ്റാൻ ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ കമ്മീഷൻ ഒരു നല്ല കാര്യം തന്നെയാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് നാം പറയേണ്ടി വരും. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി, പ്രാധാന്യം അത് വിശദീകരിച്ചുകൊണ്ട് ഒരു ലേഖനം ഇന്ന് ദേശാഭിമാനിയിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എഴുതിയിരിക്കുന്നു. മോഡിയെ പുറത്താക്കാനുള്ള നിർണായക തെരഞ്ഞെടുപ്പ് എന്നാണ് അതിൻ്റെ ശീർഷകം. ലേഖനം കാണുക. എന്തൊക്കെയായാലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണിത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നതെന്നോ? നമ്മുടെ ഭരണഘടന പാവനമായി പ്രതിഷ്ഠിച്ച മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ ഭാവി തന്നെയാണ് അപകടത്തിലായിട്ടുള്ളത്. പ്രധാനമന്ത്രി മോഡിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ NDA മുന്നണി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അധികൃതർക്കും നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അണിച്ചുവിട്ടത്. അതിന്നും തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ BJP തുടരുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൗലിക സ്തംഭങ്ങളെ തുരങ്കം വയ്ക്കുന്നതിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്മതിദായകരുടെ പ്രാഥമിക കടമ ഈ സർക്കാരിൻ്റെ തോൽവി ഉറപ്പാക്കുകയും നമ്മുടെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബദൽ കെട്ടിപ്പടുക്കുന്നതിനുള്ള വഴിയൊരുക്കുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. കാർഷിക ദുരിതം അഗാധമായി തുടരുകയാണ്. അതാകട്ടെ കർഷക ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നത്. സാമ്പത്തിക പ്രവർത്തനത്തിലുണ്ടായ മൊത്തം മാന്ദ്യത്തോടൊപ്പം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും കൂടിയായപ്പോൾ ഇന്ത്യൻ ജനതയിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ജീവിതം ദുരിതമയമായിരിക്കുന്നു. നവലിബറൽ നയങ്ങളുടെ അക്രമാസക്തമായ രീതിയിലുള്ള നടപ്പാക്കലും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും സാമ്പത്തിക അസമത്വം അതിവേഗം വളരാനിടയാക്കി. മോദിയെ പുറത്താക്കുക എന്നതായിരിക്കണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മോട്. ഇനി ഇന്നത്തെ ചിത്രം.
പടരുന്ന ആളിക്കത്തുന്ന ചൂടാണ് ചുറ്റിനും. തണുപ്പിന് ഒരു കാക്കക്കാല് പോലുമില്ലാത്ത ചൂടിൽ ഉപജീവനം തേടുന്ന ഒരു കുട്ടി. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വേളി കടൽ തീരം. കുതിരകളെ പൂട്ടി സവാരിക്കാരെ പ്രതീക്ഷിച്ച് അകവും പുറവും വെന്ത് നിൽക്കുന്ന കുട്ടിയുടെ ചിത്രം ദിനു പുരുഷോത്തമൻ പകർത്തി ഇന്ന് സിറ്റി കൗമുദി നമുക്കായി തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.